എന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തരുതെന്ന് എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എത്ര നല്ല സ്വപ്നങ്ങൾ കണ്ടോണ്ടിരുന്നതാ. നിന്റെ സ്വപ്നം ഞാൻ ഒരുപാട് കണ്ടതാ. ഈ കാട്ടിൽ കഴുത എന്ന പേരിൽ നീ വളരെ ഫേമസ് ആണ്. അല്ല, ഇത്ര പ്രശസ്തനാവാനായി എന്താ ഉള്ളത്? ഞാനൊരു കഴുതയല്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് കാട്ടിൽ ഒരുപാട് കഴുതയുണ്ടാകാം, പക്ഷെ നിന്റെ അത്ര മടിയനായ ഒരു കഴുത പോലും ഉണ്ടാകില്ല ഇവിടെ. ആ, അതൊക്കെ വിടുന്നേ. ഇത് പറ, നീ എന്തിനാ എന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത്? ഇന്ന് നമ്മുടെ കാടിന്റെ സിംഹരാജാവ് എല്ലാവർക്കും വിരുന്ന് വെച്ചിട്ടുണ്ട്. നമുക്കവിടെ പോകണ്ടേ? അപ്പൊ ചങ്കി കഴുത പാതിയുറക്കത്തിൽ തന്റെ ഭാര്യയോട് പറഞ്ഞു. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. നീ എനിക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും കൊണ്ടുവാ. മതി മതി നിർത്ത്. സിംഹരാജാവ് എന്താ പറഞ്ഞിരിക്കുന്നെന്ന് നീ മറന്നോ? ആരെങ്കിലും വിരുന്നിന് വന്നില്ലെങ്കിൽ അദ്ദേഹം വളരെ ദേഷ്യപ്പെടും. ഓ ശരി ശരി, ഞാൻ പോവാം. നമ്മുടെ മഹാരാജാവിന് പോലും അറിയില്ല അദ്ദേഹം എന്തൊക്കെ ആശയങ്ങളാണ് ചിന്തിച്ചു കൂട്ടുന്നതെന്ന്. അങ്ങനെ ചങ്കി കഴുത അതിന്റെ ഭാര്യയോടൊപ്പം സിംഹരാജന്റെ വിരുന്നിന് പോയി.